വെൽക്കം ബാക്ക് ടു ചിപ്പ് ലെവൽ ടിപ്സ്. ഫിൽമോറ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ രണ്ടാമത്തെ ട്യൂട്ടോറിയൽ വീഡിയോയാണിത്. ഒന്നാമത്തെ ഭാഗം കണ്ടിട്ട് ഈ ഭാഗം കാണുന്നതാകും നല്ലത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. റിവ്യൂ കാണാനായി വീഡിയോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എഡിറ്റ് ചെയ്യാനായി ഇവിടെ കാണുന്ന പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് മാച്ച് ടു മീഡിയ എന്നതിൽ പ്രസ് ചെയ്യുക. വീഡിയോയിലുള്ള വോളിയം കുറയ്ക്കുന്നതിനായി ഇവിടെ കാണുന്ന ഈ ലൈൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുക. വീഡിയോ കട്ട് ചെയ്യുന്നതിനായി വീഡിയോ പ്ലേ ചെയ്ത ശേഷം കട്ട് ചെയ്യേണ്ട ഭാഗത്ത് പൗസ് ചെയ്യുക. ശേഷം ഇവിടെ കാണുന്ന ഈ കത്രികയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കട്ട് ചെയ്യുക. കട്ട് ചെയ്യാനായി കീബോർഡിൽ Ctrl+B ഷോർട്ട് കട്ടായി യൂസ് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കട്ട് ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്ത ഭാഗം ഡിലീറ്റ് ചെയ്യാനായി വീഡിയോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ കീബോർഡിൽ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. ഈ കാണുന്ന എംപ്റ്റി ഭാഗം ഡിലീറ്റ് ചെയ്യാനായി ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക. വീഡിയോ ക്രോപ്പ് ചെയ്യാനായി വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന വിൻഡോയിൽ ആവശ്യമായ ഭാഗം ഡ്രാഗ് ചെയ്ത് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ സ്പീഡ് വ്യത്യാസം വരുത്തുന്നതിനായി വീഡിയോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് സ്പീഡ് ആൻഡ് ഡ്യൂറേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ Ctrl+R പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ ആവശ്യമായ സ്പീഡ് സെറ്റ് ചെയ്ത് OK പ്രസ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോകളിൽ സ്പീഡ് വ്യത്യാസം വരുത്താവുന്നതാണ്. എഡിറ്റ് ചെയ്ത വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചേർക്കുന്നതിനായി ഓഡിയോ ഫയൽ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ താഴെയായി കൊണ്ടുവയ്ക്കുക. ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. വീഡിയോയിൽ എഫക്റ്റ് ചേർക്കുന്നതിനായി ഇവിടെ കാണുന്ന എഫക്ട്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഇവിടെ കാണുന്ന എഫക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ മുകളിലായി ഇതുപോലെ ചേർത്ത് വയ്ക്കുക. വീഡിയോയിൽ ട്രാൻസിഷൻ എഫക്റ്റ് നൽകുന്നതിനായി ട്രാൻസിഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഫക്റ്റ് ഡ്രാഗ് ചെയ്ത് വീഡിയോയുടെ മുകളിലായി ചേർത്ത് വയ്ക്കുക.
വീഡിയോയിൽ ടൈറ്റിൽ നൽകുന്നതിനായി ഇവിടെ ടൈറ്റിൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് ആവശ്യമായ ഭാഗത്ത് ഡ്രാഗ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി അഡ്വാൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കളർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ കളർ നൽകാം. എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വീഡിയോയുടെ ഔട്ട്പുട്ട് എടുക്കുന്നതിനായി എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നിങ്ങൾക്ക് ആവശ്യമായ ഫോർമാറ്റും റെസൊല്യൂഷനും സെലക്ട് ചെയ്ത് എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് എക്സ്പോർട്ട് ചെയ്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അനൂപ് ജനാർദ്ദനൻ സൈനിങ് ഓഫ്.